മകളെ, ജെറുസലേം പ്രയർ ലൈനിലെ 3 മിനിറ്റ് പ്രാർത്ഥനയിലേക്ക് ഇതാ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാനായി യേശു ഇതാ കടന്നു വരികയാണ്. വലിയ തകർച്ചയിൽപ്പെട്ടവരെ കൈപ്പിടിച്ചുയർത്തുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തിൽ കർത്താവ് ഇടപെടുകയാണ്. ഞാൻ പറയട്ടെ, ഒരു വിലപ്പെട്ട സമ്മാനം ഇന്ന് കർത്താവ് നിനക്ക് തരും. വചനം പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായം 18-19 വാക്യങ്ങൾ. തൻ്റെ ആശ്രയം അവൻ അറിയുന്നു, തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. മകളെ, ഈശോയുടെ തിരുമുഖം നോക്കിയും ഈശോയുടെ തിരുവചനം ധ്യാനിച്ചും അനുതപിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവ് പ്രകാശിതമായി തീരുന്നത്. പ്രകാശിതമായ ആത്മാവിനെ ദൈവം അറിയുന്നു, ദൈവം കടാക്ഷിക്കുന്നു. കർത്താവിനെ കണ്ട പ്രവാചകനായ എലിയ അധരത്തിലെ അശുദ്ധിയെ ഓർത്ത് അനുതപിച്ചു. കർത്താവിനെ കണ്ട സക്കേവുസ് തൻ്റെ സമ്പത്തിൻ്റെ അശുദ്ധിയെ തിരിച്ചറിഞ്ഞു. കർത്താവിനെ കണ്ട സാവൂൾ തൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അനുതപിച്ചു. കർത്താവിൻ്റെ തിരുമുഖം കാണുമ്പോഴാണ് അനുതപിക്കാൻ, മാനസാന്തരപ്പെടാൻ, ദൈവത്തിലേക്ക് തിരിയാൻ കൃപ കിട്ടുക. കർത്താവിൻ്റെ കടാക്ഷം എന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തിൻ്റെ ഒരു നോട്ടമാണത്. അത് നമ്മെക്കുറിച്ചുള്ള കരുതലിൻ്റെ ഒരു നോട്ടമാണ്. കരുണ നിറഞ്ഞ ഒരു കടാക്ഷമാണത്. ക്ഷമയുടെ ഒരു കടാക്ഷമാണത്. തിരിച്ചു വരുവാൻ മാടി വിളിക്കുന്ന ഒരു കടാക്ഷമാണ്. മക്കളെ, ഇന്ന് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരെയും എഴുതി കഴിഞ്ഞവരെയും ഈശോ ഒരു സമ്മാനവുമായി വരികയാണ്. പലവിധ ആശുപത്രികളിലും ഭവനങ്ങളിലും അതിശക്തമായിരിക്കുന്ന രോഗബാധിതമായിരിക്കുന്ന മക്കളിലേക്ക് ഒരു സമ്മാനവും കടാക്ഷവുമായി ഈശോ വരികയാണ്. സഹായിക്കാനോ ശ്രദ്ധിക്കാനോ ആരോരുമില്ലാത്തവരെ ദൈവം കാണുന്നില്ലെന്നാണോ വിചാരിക്കുന്നത്? എല്ലാ ഗർഭിണികളെയും ഗർഭസ്ഥ ശിശുക്കളെയും ഈശോ വളരെ വ്യക്തമായി കാണുന്നു. അപകടത്തിലും ദുർമരണത്തിലൊക്കെ പെട്ട് മരിച്ചു പോകുന്ന കുടുംബങ്ങളിലേക്ക് ആശ്വാസവചസ്സുമായി ഈശോ കടന്നു വരികയാണ്. ആ കർത്താവിൻ്റെ സമ്മാനം ഇന്ന് നമ്മളെല്ലാവരും ഏറ്റുവാങ്ങണം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നവരും ഇത് അനേക മക്കളിലേക്ക് അത് ഷെയർ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നവരിലേക്കും ഇന്ന് ജെറുസലേം വചന കൂടാരത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോയ സർവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ വചനമാകുന്ന യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. യേശുവിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.